അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഭാരതാംബയെ അംഗീകരിക്കാൻ മടി എന്ന് അതൊരു തന്ത്രപൂർവ്വം മറ്റൊരു ചിത്രം വെച്ചുകൊണ്ട് ദേശസ്നേഹത്തിന്റെ മറവിൽ ഇങ്ങനെ ഒരു കെണി ഒരുക്കുക. അത് നേരിട്ട് പറയണ്ടേ, ദേവി ഞങ്ങളുടെ ദേവിയെ നിങ്ങൾ ആരാധിക്കണോ എന്നൊക്കെ പറയണം. കാര്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രാജ്ഭവനും അതോടൊപ്പം തന്നെ ഈ കൃഷിഭവനും തമ്മിൽ ചർച്ചയുണ്ടായി. ഈ കാവിക്കൊടി മാറ്റാമെന്നുള്ളൊരു ധാരണയായി. കാവിക്കൊടിക്ക് പകരം ദേശീയ പതാക വെക്കാമെന്നായി. ദേശീയ പതാക വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ താമരയുണ്ട്, ആ താമരയും കൂടി മാറ്റണമെന്നായി. താമരയൊന്നും മാറ്റാൻ പറ്റില്ല, ദേശീയ പതാക വെക്കാം. അപ്പൊ ഇത്തരത്തിലായി. പിന്നീടാണ് ഇതിൽ നിന്ന് മന്ത്രിയൊക്കെ മാറുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ താമരയെ എതിർക്കേണ്ട ആവശ്യം എന്താ? താമര എന്ന് പറയുന്നത് BJP-യുടെ മാത്രം ബിംബം. മറ്റു പാർട്ടിക്കാരനായ CPI-കാരനായ മന്ത്രിക്ക് താമരയെ എതിർക്കാമല്ലോ. അദ്ദേഹത്തിന് ചിഹ്നം അരുവാൾ നിൽക്കെതിരാ. കൃത്യമായിട്ട് ഇത് RSS എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനോടുള്ള വിരോധം, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കുന്നു, അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഭാരതാംബയെ അംഗീകരിക്കാൻ മടി എന്ന് മാത്രം പറഞ്ഞാൽ മതി. RSSനെ എതിർക്കുന്നില്ലല്ലോ. RSSനെ ഒട്ടും എതിർക്കുന്നില്ല. RSSന്റെ രഹസ്യ അജണ്ടകളെ എതിർക്കുന്നു. അത് എതിർക്കപ്പെടേണ്ടത് തന്നെയല്ലേ. ഈ ഇതിന്റെ ഏറ്റവും ആദ്യ മൂലരൂപം ഉണ്ടായ ഭാരതാംബയുണ്ട് വരച്ചിരുന്നത്. അത് 1905 വരച്ചതെന്ന് ആളെ പേര് ഞാൻ മറന്നുപോയി. ആ രാജാ രവിവർമ്മ. എന്താണ് അതിൽ റെപ്രസെന്റ് ചെയ്യുന്ന സ്ത്രീക്ക് ദേവിയുടെ 4 കൈകളും, ആ 4 കൈകളിൽ ഒരു കയ്യിൽ രുദ്രാക്ഷവും ഒരു കയ്യിൽ എന്താണ് ഈ വേറെ ആ ഭാരതാംബ എന്താണ് കാവി നിറമുള്ള. എങ്ങനെ വെച്ചാലും ദേവിയാണ്, ഇത് ആരാധനാമൂർത്തിയായ ഒരു ദേവിയാണ് എന്ന് കാര്യം സത്യമല്ലേ. പരിസ്ഥിതി ദിനമായിരുന്നു. ആ പരിസ്ഥിതി ദിനത്തിനാണ് ഈ സിസ്റ്റർ വെച്ചിട്ടുള്ള ഈ പരിപാടി നടക്കുന്നത്. അതിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ രൂപത്തെയാണ്. സ്ത്രീയെ ഒരു ഭൂമി മാതാവായിട്ടാണ് കാണുന്നത്. സ്ത്രീയെ ഭൂമി മാതാവായിട്ട് നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരും അങ്ങനെ കാണണമെന്ന് പറയാൻ പറ്റുമോ? അത്തരത്തിലുള്ള പല വലിയ സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചിത്രത്തെ ഇത്തരം രീതിയിൽ കേവലമായ സങ്കുചിത ബോധത്തിലേക്ക് വഴിപ്പെടുത്തുന്നത് തെറ്റാണെന്ന്. ദേവിയാണോ? ദേവിയല്ലേ ഇത്? ദേവിയാണോ അല്ലയോ എന്നൊന്ന് പ്രത്യേകം നോക്കിക്കേ. ദുർഗാദേവിയുടെ ചിത്രമാണ്. അത് ആക്ച്വലി ദുർഗാദേവിയാണെന്ന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ, ഋഗ്വേദങ്ങളിൽ, പുരാണങ്ങളിലൊക്കെ പറയുന്നത് എന്താ മറച്ചു വെക്കുന്നത്? ഈ വീഡിയോ നോക്കിക്കൊപ്പം 4 കൈകളുള്ള ഒരു ദേവീ രൂപമായാണ് ഭാരതാംബയെ രവിവർമ്മ ചിത്രീകരിച്ചത്. സ്മരണയും കൂടിയാണത്. അത് ദുർഗ, അതായത് നമുക്കറിയാമല്ലോ, നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചു, ത്വംഹി ദുർഗ, അവിടുത്തെ ദുർഗയാണ്. ദശപ്രഹരണധാരിണി, കമലദളവിഹാരിണി. അമ്മയെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. സാക്ഷാൽ ജഗദമ്പയെ പറ്റിയിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദ മഠത്തിൽ ആ കൃതിയിൽ, മഹത്തായ ദേശസ്നേഹം ജ്വലിക്കുന്ന ആ കൃതിയിൽ ഉള്ള വന്ദേമാതരം എന്ന കൃതിയുടെ ഒടുവിൽ, കവിതയുടെ ഒടുവിലുള്ളതാണ് നമ്മുടെ ദേശീയ ഗീത മന്ത്രമുണ്ട്. ഞാൻ രാഷ്ട്രീയാണ്. ദേവി പറയാണ്, ഭഗവതി സാക്ഷാൽ ജഗദമ്പ ഋഗ്വേദീയമായ ഏറ്റവും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജ്ഞാനരാശിയാണ് വേദം. ആ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ് അഹം രാഷ്ട്രീ. ദേവി പറയാണ്, എന്താ കാരണം? ഞാൻ രാഷ്ട്രീയ എന്ന ശബ്ദം ഇന്നത്തെ കാലത്ത് രാജ്ഞി എന്ന് ഉപയോഗിക്കുന്നത് ഞാൻ ഈ രാജ്യം ഈ ലോകം ഭരിക്കുന്നവളാണെന്നാണ്, ലോകത്തെ മുഴുവൻ ഭരിക്കുന്നവളാണെന്നാണ്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാരതാംബയുടെ ചിത്രം പുറത്തിറങ്ങട്ടെ. ഈ വീഡിയോ നോക്കി. അപ്പോൾ ദേശീയ ഗീതം എന്ന രീതിയിൽ സ്വീകരിച്ചിരിക്കുന്ന വരികൾ മാത്രമല്ല സത്യത്തിൽ വന്ദേമാതരത്തിലുള്ളത്. അതിൽ പിന്നീട് ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ ദുർഗ ദശപ്രഹരണകാരിണി എന്നൊക്കെയുള്ള വരികളുണ്ട്. അതായത് സുഭാഷ് ചന്ദ്രബോസ് ഫിയേഴ്സ് നാഷണലിസത്തിൻ്റെ പ്രതീകമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ശക്തിയുമുള്ള ഒരു ദേവതയായിട്ട് തന്നെയാണ് അദ്ദേഹം ഭാരതാംബയെ കരുതിയിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അംബേദ്കറിൻ്റെയും ഭഗത് സിംഗിൻ്റെയും ഒക്കെ ഭാരതമാതാവ് എന്ന സങ്കല്പത്തിനെ വ്യാഖ്യാനിക്കുന്ന രീതികളിൽ സാമ്യവും കാണാം. കാരണം ഇതൊക്കെ പലപ്പോഴും ഏതെങ്കിലും ഒരു അപ്പർ കാസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതീകമാണെന്നോ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ല എന്നോ, ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരെ ഇത് ഉൾക്കൊള്ളുന്നില്ല തുടങ്ങിയ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല കാലങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം അംബേദ്കർ മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും കടുത്ത വിമർശകനായിരുന്നത്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാരതാംബയുടെ ചിത്രം പുറത്തിറങ്ങട്ടെ. വേറെ ചിത്രമേ പറ്റൂ. ഭാരതാംബയ്ക്ക് മുമ്പിൽ പൂവിട്ട് പൂജിക്കുകയും കുമ്പിട്ട് നിൽക്കേണ്ടതുമല്ലേ? അത് ചെയ്യാതിരിക്കുമ്പം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിലോ RSSന്റെ ഓഫീസിലോ ഒക്കെ അത് പൂജിക്കുകയൊക്കെ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷെ പബ്ലിക് സ്ഥലത്ത്, സർക്കാരിൻ്റെ സംവിധാനത്തിൽ, ഭരണഘടനാ സ്ഥാപനത്തിൽ അങ്ങനെ പറ്റില്ലല്ലോ. പല വലിയ സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചിത്രത്തെ ഇത്തരം രീതിയിൽ കേവലമായ സങ്കുചിത ബോധത്തിലേക്ക് വഴിപ്പെടുത്തുന്നത് തെറ്റാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ സങ്കുചിതമാണ് ക്രൈസ്തവ വിശ്വാസം. നിങ്ങൾക്ക് അനേക ആരാധനാമൂർത്തികളുണ്ടാകാം, ഞങ്ങൾക്ക് ഒന്നേ പാടുള്ളൂ. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് കൽപ്പിച്ച കർത്താവിനെ മാത്രമേ ക്രിസ്ത്യാനി ആരാധിക്കാൻ പാടുള്ളൂ. സങ്കുചിതമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് നാണക്കേടുന്നില്ല, അഭിമാനമേ ഉള്ളൂ. അങ്ങ് പറയുന്ന
അല്ല സങ്കുചിതം എന്ന് പറഞ്ഞു. ഗവർണർ എത്ര സങ്കുചിതമായിട്ട് ഇടപെട്ടത് ഈ കാര്യത്തിൽ? ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എത്ര സങ്കുചിതമായി ഈ കാര്യത്തിൽ ഇടപെട്ടത്? തങ്ങളുടെ മതവിശ്വാസികൾ താനും ആരാധിക്കുന്ന ദേവിയെ മറ്റെല്ലാ മതസ്ഥരിൽപ്പെട്ടവരും പൊതുസമൂഹം മൊത്തത്തിൽ ആരാധിക്കണം, വണങ്ങണം, പൂവിട്ട് പൂജിക്കണം എന്ന് പറയാൻ അത് സർക്കാർ സംവിധാനത്തിലുള്ള ഒരു പരിപാടിയിൽ പറയാന്ന് വെച്ചാൽ എത്ര സങ്കുചിതമായി പോയി. ഞാൻ പറയട്ടെ, ഇവിടെ കൃത്യമായിട്ടും ഗവർണർ കീഴ്വഴക്കങ്ങളെ തിരുത്തി എഴുതുകയാണ്. അതുകൊണ്ട് കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് വിപ്ലവകരമായ പുരോഗമനാത്മകമായ മഹനീയമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയരുത്. കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് തീരെ നീചമായി പ്രവർത്തിക്കുന്നു, ദുരുദ്ദേശപരം പ്രവർത്തിക്കുന്നു, സങ്കുചിതമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് പറയേണ്ടത്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാരതാംബയുടെ ചിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറയുന്നത് ശരിയാണ്, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഭാരതാംബ എന്ന ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൾച്ചറിന്റെ ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു സിഗ്നലാണ്, ഒരു സിമ്പലാണ്. അല്ല, അവിടെ പോയി തൊഴുതുകൊണ്ട് എന്താ സംഭവിക്കുക? അയലൊക്കത്തുള്ള ഒരാളെ കയറി അപ്പാന്ന് വിളിച്ചാൽ എന്താ സംഭവിക്കുക? എന്താ പറ്റുക എന്നുള്ളവരുടെ വിഷയമൊന്നുമില്ല. അപ്പനെ അറിയാവുന്നവർ അപ്പനെ മാത്രമേ അപ്പാന്ന് വിളിക്കുകയുള്ളൂ. വിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ പല പരിപാടിക്കും. ഈ വിളക്ക് കത്തിക്കാത്ത മന്ത്രിമാരുണ്ടായിരുന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിലെ മന്ത്രിമാർ വിളക്ക് കത്തിച്ചിരുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ പലരും വിളക്ക് കത്തിക്കാറുണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ട്. വിളക്കും ഇതുപോലെയാണ്. അത് അന്ധകാരത്തെ അകറ്റുന്ന ഒരു ദീപമല്ലേ, പ്രകാശമല്ലേ, മറ്റെന്താണെന്നൊക്കെ ചോദിച്ച് അവതരിപ്പിച്ചു. ഞങ്ങളുടെ അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ അതങ്ങ് വിശ്വസിച്ചു. എന്നിട്ട് പള്ളികളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ദേവിയുടെ നിരവധി ദേവീദേവന്മാർ സ്വാധീനമുള്ള ഒന്നാണ് നിലവിളക്കെന്നും അതിൽ തന്നെ ആ താലം പോലെ അത് തട്ട് പോലുള്ളത് ഒരു ദേവിയുടെ ഏതോ ഒരു അവയവമാണെന്നും അതിൻ്റെ മുകളിലുള്ളത് ഏതോ ഒരു ദേവൻ്റെ ഒരു അവയവമാണെന്നും അങ്ങനെയൊക്കെ കൺസെപ്റ്റ് ആരാണ്? ഞങ്ങളുണ്ടാക്കിയതാണോ? ഇവിടുത്തെ ഹൈന്ദവ നേതാക്കന്മാർ, പൂജാരിമാർ, തന്ത്രിമാർ പറഞ്ഞത് ഇവിടുത്തെ ആധികാരികമായ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. അതൊക്കെ മറച്ചു വെച്ചിട്ട് പ്രകാശം എന്നും പറഞ്ഞു കൊണ്ടുവന്നു. അത് പള്ളികളിൽ പോലും ഇപ്പോൾ ഒത്തിരിയുണ്ട്. പല പൊതുസ്ഥാപനങ്ങൾ, സർക്കാർ പരിപാടികളൊക്കെ കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് സന്ദർഭം കബളിപ്പിക്കാൻ കഴിഞ്ഞു. ആ തട്ടിൻ്റെ മുകളിൽ അത് ഉള്ളത് മുറിച്ച് മാറ്റിയിട്ട് കുരിശ് വെക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ മോശമായി പോയി. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഈ ഭാരതാംബയുടെ ചിത്രം അവതരിപ്പിച്ചത് വഴി ഈ ചിത്രം കാണിക്കുന്നത് ഇന്ത്യയോടുള്ള ആദരവാണെന്നൊക്കെ പറഞ്ഞത് അതും വിശ്വസിച്ച് മിക്കവാറും ഞങ്ങളുടെ പള്ളികളിലൊക്കെ മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെ ഈ ചിത്രം പ്രതിഷ്ഠിക്കാൻ സാധ്യതയൊക്കെയുണ്ട്. പല പള്ളികളിലെ മധുബഹയിൽ ആരാധനയുടെ പ്രധാന ഇടമായ ബലിപീഠത്തിന് സമീപത്ത് ഈ ഇന്ത്യയുടെ ദേശീയ പതാകയുണ്ട്. ദേശഭക്തി കൊണ്ട് വെക്കുന്നതാണ്. മറ്റൊരു മതത്തിൻ്റെ ആരാധനാലയത്തിൽ, അമ്പലങ്ങളിലോ മുസ്ലിം പള്ളിയിൽ എവിടെയെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഈ ദേശീയ പതാകയൊക്കെ ദേശഭക്തിയുടെ പേരിൽ വെച്ച പള്ളികളിൽ അങ്ങനത്തെ അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ഒരുപക്ഷേ ഈ ഭാരതാംബ ചിത്രവും വശി വണങ്ങാൻ സാധ്യതയുണ്ട്, ദേശസ്നേഹമെന്നും പറഞ്ഞു. ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ മാതൃകയാകേണ്ട, ദേശസ്നേഹത്തിന് മാതൃകയാകേണ്ടെന്ന് പറഞ്ഞാൽ ആ ചാൻസിൽ കൊണ്ടുവെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഹൈന്ദവവൽക്കരണം ബോധപൂർവം നടത്തി സഭയെ അകത്തുനിന്ന് നശിപ്പിക്കാൻ, പുറമെ ആക്രമണമല്ല, അകത്തുനിന്ന് നശിപ്പിക്കാനുള്ള ഗൂഢോദ്ദേശങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ പോരാട്ടങ്ങൾ സഭയ്ക്കുള്ളിൽ ഒത്തിരിയേറെ നടക്കുന്ന കാര്യങ്ങളാണ്, അനുകൂലവും പ്രതികൂലവുമായ തർക്കങ്ങളൊക്കെ.